എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. നമസ്കാരം. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ പുത്തിരിയുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മനസ്സിലായില്ലല്ലേ? അത് തന്നെ നമ്മുടെ അഞ്ജലി ചേച്ചി പ്രാങ്ക് കോൾ ചെയ്ത് എയറിലായിരിക്കുന്ന RJ അഞ്ജലിയെ കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് കാരണം അഞ്ജലിയും സുഹൃത്തായ നിരഞ്ജനിയും കൂടി നടത്തിയ ഒരു പ്രാങ്ക് കോൾ ആണ്. കല്യാണത്തിന് ബുക്ക് ചെയ്യാൻ എന്ന പേരിൽ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുമോ എന്നതായിരുന്നു നിരഞ്ജന ചോദിച്ചത്. സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രാങ്ക് വീഡിയോ അഞ്ജലിക്ക് തന്നെ വിനയായതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കയ്യിലും കാലിലും മെഹന്തി ഇടുന്നതിന് എത്രയാകും റേറ്റ് എന്ന് ചോദിച്ചതിന് ശേഷമാണ് സ്വകാര്യ ഭാഗത്ത് ടാറ്റു ഇടുമോ എന്ന് പച്ചയായി ചോദിക്കുന്നത്. അത് കേൾക്കുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ഉടനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ ഇരുവരും പൊട്ടിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ വലിയ വിവാദമായി മാറി. പറ്റിക്കലിന് ഇരയാക്കപ്പെടുന്ന ആളുകളുടെ നമ്പർ അവരുടെ തന്നെ സുഹൃത്തുക്കൾ വഴിയാണ് സംഘടിപ്പിക്കുന്നത്. സ്വകാര്യ FM റേഡിയോയിലായിരുന്ന ഇതിനു മുൻപും നിരവധി പേര് പ്രാങ്ക് കോളിന്റെ പേരിൽ കബളിപ്പിക്കാറുണ്ട്. എന്നാൽ ഇക്കുറി ചെയ്ത പ്രാങ്ക് വീഡിയോ സഭ്യതയുടെ എല്ലാ അതിരുവരമ്പുകളും ലംഘിക്കുന്നതാണെന്ന രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അന്തസ്സായി ജോലി ചെയ്യുന്നവരെ അപമാനിക്കുന്നതാണ് അഞ്ജലിയുടെയും സുഹൃത്തിന്റെയും പ്രവൃത്തിയെന്നാണ് നിരവധി പേർ വിമർശിച്ചത്. എന്നാൽ സംഭവം കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാപ്പപേക്ഷയുമായി അഞ്ജലി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ ക്ഷമാപണമൊന്നും അത്രയ്ക്കങ്ങോട്ട് ഏറ്റില്ല എന്നതാണ് സത്യം. കാരണം അഞ്ജലിയുടെ ക്ഷമാപണ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് അഞ്ജലിയെ വിമർശിക്കുന്നത്. സ്വകാര്യ FM റേഡിയോയിൽ നിന്ന് പുറത്താക്കിയൂ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിരവധി പേർ അഞ്ജലിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്തിട്ടുമുണ്ട്. അമൃത TVയിലെ ഉരുളക്കുപ്പേരി എന്ന സിറ്റ്കോം പരിപാടിയിൽ അഭിനേത്രിയായും തിളങ്ങിയിട്ടുണ്ട് അഞ്ജലി. സ്വതസിദ്ധമായ സംസാരശൈലിയിൽ അഞ്ജലി പങ്കുവയ്ക്കാറുള്ള വീഡിയോയും വൈറലായി മാറാറുണ്ട്. സിനിമ സീരിയൽ താരമായും അറിയപ്പെട്ടു.